പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നമ്മൾ സർഫസ് ഏരിയ ആൻഡ് വോളിയം എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അടുത്തൊരു പ്രോബ്ലമാണ്. എ ക്യൂബിക്കൽ ബ്ലോക്ക് ഓഫ് സൈഡ് 7 cm ഈസ് സർമൗണ്ടഡ് ബൈ എ ഹെമിസ്ഫിയർ. വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഡയമീറ്റർ ഓഫ് ദ ഹെമിസ്ഫിയർ ക്യാൻ ഹാവ്? ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് ദി സോളിഡ്. ഇതാണ് ചോദ്യം. എ ക്യൂബിക്കൽ ബ്ലോക്ക് ഓഫ് സൈഡ് 7 cm ഈസ് സർമൗണ്ടഡ് ബൈ എ ഹെമിസ്ഫിയർ. വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഡയമീറ്റർ ഓഫ് ദ ഹെമിസ്ഫിയർ ക്യാൻ ഹാവ്? ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് ദി സോളിഡ്. ഒരു ക്യൂബിക്കൽ ബ്ലോക്കിൻ്റെ മുകളിൽ ഒരു ഹെമിസ്ഫിയർ മൗണ്ട് ചെയ്യുന്നത്, അത് ഏറ്റവും വലിയ ഹെമിസ്ഫിയർ ആണ് നമ്മൾ മൗണ്ട് ചെയ്യുന്നത്. അങ്ങനെ മൗണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ സോളിഡിൻ്റെ സർഫസ് ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ചോദ്യം ഇതാണ്. ഒരു ക്യൂബിക്കൽ ബ്ലോക്ക്, ആ ക്യൂബിക്കൽ ബ്ലോക്കിൻ്റെ മുകളിൽ നമ്മളൊരു ഹെമിസ്ഫിയർ വെക്കുന്നു. ആ ബ്ലോക്കിൻ്റെ മുകളിൽ നമ്മളൊരു ഹെമിസ്ഫിയർ വെക്കുന്നു. ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ മാക്സിമം വലിപ്പമുള്ള ഹെമിസ്ഫിയർ, അതിന് മുകളിൽ വെക്കാവുന്ന മാക്സിമം വലിപ്പമുള്ള ഹെമിസ്ഫിയർ ആണ് നമ്മൾ വെക്കുന്നത്. അങ്ങനെ ഹെമിസ്ഫിയർ വെച്ചാണ് നമ്മൾ മൗണ്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന ആ റിസൾട്ടിംഗ് ആയിട്ട് കിട്ടുന്ന സോളിഡിൻ്റെ സർഫസ് ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ 7 cm നീളമുള്ള ക്യൂബിക്കൽ ബ്ലോക്കിൻ്റെ മുകളിൽ വെക്കാവുന്ന മാക്സിമം ഡയമീറ്ററുള്ള ഹെമിസ്ഫിയറിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 7 cm ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ ഒരു സൈഡിൻ്റെ നീളം 7 ഈ ക്യൂബിക്കൽ ബ്ലോക്കിൻ്റെ മുകളിൽ വെക്കാവുന്ന മാക്സിമം ഡയമീറ്ററുള്ള ഹെമിസ്ഫിയറിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 7 cm ആയിരിക്കും. അപ്പോൾ മാക്സിമം ഡയമീറ്റർ ഓഫ് ദ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് 7 cm ആയിരിക്കും. നമുക്ക് ആ റിസൾട്ടിംഗ് സോളിഡിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ സോളിഡ്, ആ സോളിഡിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ ആ ക്യൂബിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ സോളിഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ ക്യൂബ് മൈനസ് ബേസ് ഏരിയ ഓഫ് ദ ഹെമിസ്ഫിയർ പ്ലസ് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ ഹെമിസ്ഫിയർ. നമുക്ക് ഈ ക്യൂബിൻ്റെ ഒരു ക്യൂബിക്കൽ ബ്ലോക്കാണ്, അതിൻ്റെ മുകളിൽ നമ്മളൊരു ഹെമിസ്ഫിയർ വെക്കുന്നു. ഒരു ക്യൂബിക്കൽ ബ്ലോക്കിൻ്റെ മുകളിൽ നമ്മളൊരു ഹെമിസ്ഫിയർ വെക്കുന്നു. മാക്സിമം ഡയമീറ്ററുള്ള ഹെമിസ്ഫിയർ ആണ് വെക്കുന്നത്. എന്നിട്ടാണ് മൗണ്ട് ചെയ്യുന്നത്. എ ക്യൂബിക്കൽ ബ്ലോക്ക് ഓഫ് സൈഡ് 7 cm ഈസ് സർമൗണ്ടഡ് ബൈ എ ഹെമിസ്ഫിയർ. മാക്സിമം ഡയമീറ്ററുള്ളൊരു ഹെമിസ്ഫിയർ ആണ് എൻ്റെ മുകളിൽ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെയാണ് റിസൾട്ടിംഗ് സോളിഡിൻ്റെ സർഫസ് ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. റിസൾട്ടിംഗ് സോളിഡിൻ്റെ സർഫസ് ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ സോളിഡ് കാണാൻ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ ക്യൂബിൽ നിന്ന് ബേസ് ഏരിയ ഓഫ് ദ ഹെമിസ്ഫിയറിൻ്റെ ബേസ് ഏരിയ കുറച്ച് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ ഹെമിസ്ഫിയറും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ആ സോളിഡിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. അപ്പോൾ ഈ സോളിഡിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ക്യൂബിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണണം. അതിൽ നിന്ന് ഈ ഹെമിസ്ഫിയറിൻ്റെ ബേസ് ഏരിയ കുറയ്ക്കണം, ബേസ് ഏരിയ ഓഫ് ദ ഹെമിസ്ഫിയർ കുറയ്ക്കണം. അതിൻ്റെ കൂടെ നമ്മൾ ആ കർവ്ഡ് സർഫസ് ഏരിയ, ഹെമിസ്ഫിയറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ ആഡ് ചെയ്താൽ നമുക്ക് ആ സോളിഡിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. ഇനി ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ ക്യൂബ്, ആ ക്യൂബിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ 6a² ആണ്. ഇവിടെ a എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ 6 × 7² ദാറ്റ് ഈസ് ഈക്വൽ ടു 294 ആണ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ ക്യൂബ്. ആ ക്യൂബിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 294 ആണ്. ഇനി ഹെമിസ്ഫിയറിൻ്റെ ബേസ് ഏരിയ, ഹെമിസ്ഫിയറിൻ്റെ ബേസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. നമുക്കറിയാം ബേസ് ഏരിയ ഓഫ് എ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് πr² ആണ്. ദാറ്റ് ഈസ് π × 7/2. ആ ഹെമിസ്ഫിയറിൻ്റെ ഡയമീറ്റർ 7 ആണ്. അപ്പോൾ റേഡിയസ് എന്ന് പറയുമ്പോൾ 7/2 ആണ്. അപ്പോൾ 7/2 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 22/7 × 49/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 38.5. അതുപോലെ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ ഹെമിസ്ഫിയർ, ആ ഹെമിസ്ഫിയറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πr² ആണ്. 2πr² ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 22/7 × 7/2 ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 77 ആണ്. ഇതെല്ലാം ഒന്നാമത്തെ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് ഇൻ 1.
അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ സോളിഡ് ഈസ് ഈക്വൽ ടു 294 മൈനസ് 38.5 പ്ലസ് 77 ദാറ്റ് ഈസ് ഈക്വൽ ടു 332.5 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ആ സോളിഡിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. A medicine capsule is in the shape of a cylinder with two hemispheres stuck to each of its ends. The length of the entire capsule is 14 millimeter and the diameter of the capsule is 5 millimeter. Find its surface area. ചോദ്യം ഒന്നുകൂടെ വായിക്കാം. A medicine capsule is in the shape of a cylinder with two hemispheres stuck to each of its ends. The length of the entire capsule is 14 millimeter and diameter of the capsule is 5 millimeter. Find its surface area. ഇതാണ് ചോദ്യം. ഒരു ക്യാപ്സൂളിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്. അതൊരു സിലിണ്ടറാണ്. സിലിണ്ടറിൻ്റെ രണ്ട് എൻഡിലും രണ്ട് ഹെമിസ്പിയേഴ്സ് നമ്മൾ സ്റ്റക്ക് ചെയ്തിരിക്കുന്നു. ഇങ്ങനെയാണ് ക്യാപ്സൂളിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഒരു ക്യാപ്സൂളിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്. അതിൻ്റെ രണ്ട് എൻഡിലും രണ്ട് ഹെമിസ്പിയേഴ്സ് മൗണ്ട് ചെയ്തിരിക്കുന്നു. ഈ ഷേപ്പിലാണ് ക്യാപ്സൂളിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ക്യാപ്സൂളിൻ്റെ മൊത്തം ലെങ്ത് എന്ന് പറയുന്നത് 14 മില്ലിമീറ്റർ ആണ്. അതുപോലെ തന്നെ ക്യാപ്സൂളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 5 മില്ലിമീറ്റർ ആണ്. 5 മില്ലിമീറ്റർ ആണ്. നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ ക്യാപ്സൂൾ, ഈ ക്യാപ്സൂളിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ PQRS, ഈ സിലിണ്ടർ PQRSൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ പ്ലസ് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ ഹെമിസ്ഫിയർ APS പ്ലസ് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ ഹെമിസ്ഫിയർ BQR. അപ്പോൾ ഈ ക്യാപ്സൂളിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ ആ സിലിണ്ടറിൻ്റെ ടോട്ടൽ കർവ്ഡ് സർഫസ് ഏരിയയും അതുപോലെ ആ രണ്ട് ഹെമിസ്ഫിയറുകളുടെ കർവ്ഡ് സർഫസ് ഏരിയയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ക്യാപ്സൂളിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. അപ്പോൾ ഈ ക്യാപ്സൂളിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയയും ആ രണ്ട് എൻഡിലുമുള്ള ഹെമിസ്ഫിയേഴ്സിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയയും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ക്യാപ്സൂളിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടും. കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഇനി റേഡിയസ് ഓഫ് ദ ഹെമിസ്ഫിയർ, ആ ഹെമിസ്ഫിയറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 5/2 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 2.5 മില്ലിമീറ്റർ ആണ്. 2.5 മില്ലിമീറ്റർ ആണ്. ഇനി ഹൈറ്റ് ഓഫ് ദ സിലിണ്ടറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, സിലിണ്ടറിൻ്റെ ഹൈറ്റ് കാണാൻ മൊത്തം ഹൈറ്റിൽ നിന്ന് ADയും കുറയ്ക്കണം, BCയും കുറയ്ക്കണം. മൊത്തം ക്യാപ്സൂളിൻ്റെ നീളം എന്ന് പറയുന്നത് 14 മില്ലിമീറ്റർ ആണ്. അപ്പോൾ സിലിണ്ടറിൻ്റെ നീളം കാണാൻ ഈ 14 മില്ലിമീറ്ററിൽ നിന്ന് BCയും സബ്ട്രാക്ട് ചെയ്യണം, ADയും സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ സിലിണ്ടറിൻ്റെ നീളം കിട്ടാൻ വേണ്ടി ടോട്ടൽ ക്യാപ്സൂളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, സിലിണ്ടറിൻ്റെ നീളം, ഇവിടുത്തെ ടോട്ടൽ ക്യാപ്സ്യൂളിൻ്റെ നീളം എന്ന് പറയുന്നത് 14 മില്ലിമീറ്റർ ആണ്. ക്യാപ്സ്യൂളിൻ്റെ നീളം എന്ന് പറയുന്നത്. അപ്പോൾ സിലിണ്ടറിൻ്റെ ലെങ്ത് കിട്ടാൻ വേണ്ടി ഈ ക്യാപ്സ്യൂളിൻ്റെ നീളത്തിൽ നിന്ന് BC എന്ന് പറയുന്ന ഈ നീളം സബ്ട്രാക്ട് ചെയ്യണം, അതുപോലെ AD എന്ന് പറയുന്ന ഈ നീളവും സബ്ട്രാക്ട് ചെയ്യണം. ഈ രണ്ട് ലെങ്തുകൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ക്യാപ്സ്യൂളിൻ്റെ നീളം കിട്ടും. ഓക്കെ. അപ്പോൾ ഹൈറ്റ് ഓഫ് ദ സിലിണ്ടർ ഹൈറ്റ് എന്ന് പറയുന്നത് 14 മൈനസ് AD മൈനസ് BC. 14 മൈനസ് AD മൈനസ് BC. ദാറ്റ് ഈസ് 14 മൈനസ് AD എന്ന് പറയുന്നത് 2.5 ആണ്, മൈനസ് 2.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 9. ഇനി റേഡിയസ് ഓഫ് ദ സിലിണ്ടറിൻ്റെ റേഡിയസും 2.5 തന്നെയാണ്. കാരണം ഹെമിസ്ഫിയറിൻ്റെ റേഡിയസ് തന്നെയാണ് സിലിണ്ടറിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഹെമിസ്ഫിയറിൻ്റെ റേഡിയസ് കിട്ടി, സിലിണ്ടറിൻ്റെ ഹൈറ്റ് കിട്ടി, റേഡിയസ് ഓഫ് ദ സിലിണ്ടറും കിട്ടി. അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πRH ആണ്. 2πRH ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 22/7 ഇൻറ്റു 2.5 ഇൻറ്റു 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 141.43. 141.43 ആണ്. ഇനി കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ ഹെമിസ്ഫിയർ
APS. APS എന്ന് പറയുന്ന ഹെമിസ്ഫിയറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ. കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ ഹെമിസ്ഫിയർ APS എന്ന് പറയുന്നത് 2πr² ആണ്. ദാറ്റ് ഈസ് ഈക്വൽ 2 ഇൻറ്റു 22/7 ഇൻറ്റു 2.5 സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ 39.29 ആണ്. 39.29. അതുപോലെ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ ഹെമിസ്ഫിയർ BQR. ആ BQR എന്ന് പറയുന്നത് ഇപ്പുറത്തെ ഹെമിസ്ഫിയർ BQRൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 39.29 തന്നെ ആയിരിക്കും. മുകളിലത്തെ ഹെമിസ്ഫിയറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ തന്നെ ആയിരിക്കും ഇപ്പുറത്തെ ഹെമിസ്ഫിയറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് ഇൻ 1. ഇതെല്ലാം 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ ക്യാപ്സൂൾ ഈസ് ഈക്വൽ ടു 141.43 പ്ലസ് 39.29 പ്ലസ് 39.29 ദാറ്റ് ഈസ് ഈക്വൽ ടു 220.01 മില്ലിമീറ്റർ സ്ക്വയർ ആയിരിക്കും ആ ക്യാപ്സൂളിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. എ ടെന്റ് is in the shape of a cylinder surmounted by a conical top. If the height and diameter of the cylindrical parts are 2.1 meter and 4 meter respectively, and the slant height of the top is 2.8 meter, find the area of the canvas used for making the tent. Also find the cost of the canvas of the tent at the rate of rupees 500 per meter square. Base of the tent will not be covered with the canvas. ഞാൻ ചോദ്യം ഒന്നുകൂടെ വായിക്കാം. A tent is in the shape of a cylinder surmounted by a conical top. If the height and diameter of the cylindrical parts are 2.1 meter and 4 meter respectively, and the slant height of the top is 2.8 meter, find the area of the canvas used for making the tent. Also find the cost of the canvas of the tent at the rate 500 rupees 500 per meter square. Base of the tent will not be covered with the canvas. ഇപ്പോൾ ഇവിടെ ഒരു ടെൻറ്റിൻ്റെ ഷേപ്പിങ്ങിനാണ്. ഒരു സിലിണ്ടർ, അതിൻ്റെ മുകളിൽ ഒരു കോൺ സർമൗണ്ട് ചെയ്തിരിക്കുന്നു. ഇതാണ് ഒരു ടെൻറ്റിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ആ മുകളിലുള്ള കോണിൻ്റെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയുന്നത് 2.8 മീറ്ററാണ്. അതുപോലെ ആ സിലിണ്ടറിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 2.1 മീറ്ററാണ്. അതുപോലെ സിലിണ്ടറിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 4 മീറ്ററാണ്. നമുക്ക് ഈ ടെൻറ്റ് ഉണ്ടാക്കാനുള്ള ഫൈൻഡ് ഏരിയ ഓഫ് ദ ക്യാൻവാസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ദ ടെൻറ്റ്. ഈ ടെൻറ്റ് ഉണ്ടാക്കാനുള്ള ക്യാൻവാസിൻ്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ഈ ടെൻറ്റ് ഉണ്ടാക്കാനുള്ള ക്യാൻവാസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ ടെൻറ്റിൻ്റെ ഏരിയ കണ്ടാൽ മതി. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ ടെൻറ്റ്, ഈ ടെൻറ്റിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ കോൺ പ്ലസ് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ ആണ്. കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. നമുക്ക് ഈ ടെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന ക്യാൻവാസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ആ ടെൻറ്റിൻ്റെ ഏരിയ കണ്ടാൽ മതി. അപ്പോൾ ടെൻറ്റിൻ്റെ ഏരിയ എന്ന് പറയുന്നത് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ കോൺ പ്ലസ് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ ആണ്. കോൾ ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഇനി റേഡിയസ് ഓഫ് ദ കോൺ അവർ പറയുന്നുണ്ട്. റേഡിയസ് ഓഫ് ദ കോൺ എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. ഡയമീറ്റർ 4 ആയതുകൊണ്ട് റേഡിയസ് 2 മീറ്റർ ആണ്. ഇനി സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദ കോൺ എന്ന് പറയുന്നത് 2.8 ആണ്. 2.8 മീറ്റർ ആണ്. അതുകൊണ്ട് കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ കോണിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് πRL ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 22/7 ഇൻറ്റു 2 ഇൻറ്റു 2.8 ദാറ്റ് ഈസ് 17.6 മീറ്റർ സ്ക്വയർ ആണ്. ഇതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ കോണിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഇനി കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πRH ആണ്. ദാറ്റ് ഈസ് ഈക്വൽ 2 ഇൻറ്റു 22/7 ഇൻറ്റു 2 ഇൻറ്റു 2.1 ദാറ്റ് ഈസ് ഈക്വൽ ടു 26.4 മീറ്റർ സ്ക്വയർ. സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് ഇൻ 1. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ ടെൻറ്റ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 17.6 പ്ലസ് 26.4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 44 മീറ്റർ സ്ക്വയർ ആണ്.
ഇതാണ് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ ടെൻറ്റ്. ഇതാണ് ടെൻറ്റിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ടെൻറ്റ് ഉണ്ടാക്കുന്ന ക്ലോത്തിൻ്റെ അല്ലെങ്കിൽ ടെൻറ്റ് ഉണ്ടാക്കുന്ന ക്യാൻവാസിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ അത് തന്നെ ആയിരിക്കും. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദ ക്യാൻവാസ് എന്ന് പറയുന്നത് 44 മീറ്റർ സ്ക്വയർ തന്നെ ആയിരിക്കും. ഇനി 1 മീറ്റർ സ്ക്വയർ ക്യാൻവാസിൻ്റെ വില 500 രൂപയാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ദ ക്യാൻവാസ് കാണാൻ 1 മീറ്റർ സ്ക്വയറിന് 500 രൂപ ആയതുകൊണ്ട് 44 മീറ്റർ സ്ക്വയറിനെന്ന് പറയുമ്പോൾ 44 × 500 ദാറ്റ് ഈസ് ഈക്വൽ 22,000 റുപ്പീസ് ആയിരിക്കും അതിൻ്റെ ക്യാൻവാസിൻ്റെ വില എന്ന് പറയുന്നത്. 1 മീറ്റർ സ്ക്വയർ ക്യാൻവാസിൻ്റെ വില 500 രൂപയാണ്. ഇവിടെ 44 മീറ്റർ സ്ക്വയർ ഉണ്ട്. അപ്പം കോസ്റ്റ് ഓഫ് ദ ക്യാൻവാസ് എന്ന് പറയുന്നത് 44 × 500 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ 22,000 റുപ്പീസ് ആയിരിക്കും. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഏഴാമത്തെ ചോദ്യം എക്സാമ്പിൾ 1 പേജ് 241 NCERT ടെക്സ്റ്റ്. അത് ഹോംവർക്കായിട്ട് ചെയ്യണം. എട്ടാമത്തെ ചോദ്യം എക്സാമ്പിൾ 2 പേജ് 242 NCERT ടെക്സ്റ്റ്. അത് ഹോംവർക്കായിട്ട് ചെയ്യണം. അതുപോലെ ഒമ്പതാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ടെക്സ്റ്റിലെ 3ാമത്തെ എക്സാമ്പിളാണ്. പേജ് 243 NCERT ടെക്സ്റ്റ്. ഇത് 3ഉം അവിടുത്തെ വർക്കൗട്ട് ചോദ്യങ്ങളാണ്. അത് തനിയെ ചെയ്യുക, അത് നോക്കി ചെയ്യാതെ തനിയെ ചെയ്ത് ആൻസർ വെരിഫൈ ചെയ്യുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തത് വോളിയവുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ്. നമുക്ക് വോളിയവുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലത്തിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, എ സോളിഡ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ കോൺ സ്റ്റാൻഡിങ് ഓൺ എ ഹെമിസ്ഫിയർ വിത്ത് ബോത്ത് their radii being equal to 1 centimeter and the height of the cone is equal to its radius. Find the volume of the solid in terms of pi. ഇതാണ് ചോദ്യം. ഇതാണ്, എ സോളിഡ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ കോൺ സ്റ്റാൻഡിങ് ഓൺ എ ഹെമിസ്ഫിയർ with both of their radii being equal to 1 centimeter and the height of the cone is equal to its radius. Find the volume of the solid in terms of pi. അപ്പോൾ ഒരു സോളിഡിൻ്റെ രൂപം ഇങ്ങനെയാണ്. ഒരു ഹെമിസ്ഫിയർ, അതിൻ്റെ മുകളിൽ ഒരു കോണ്. കോണിൻ്റെ റേഡിയസും ഹെമിസ്ഫിയറിൻ്റെ കോണിൻ്റെ റേഡിയസും ഹെമിസ്ഫിയറിൻ്റെ റേഡിയസും 1 സെൻറ്റിമീറ്റർ ആണ്. ഇത് രണ്ടും 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ വോളിയം ഓഫ് ദ സോളിഡ് ഈസ് ഈക്വൽ ടു വോളിയം ഓഫ് ദ കോൺ പ്ലസ് വോളിയം ഓഫ് ദ ഹെമിസ്ഫിയർ ആണ്. ഈ സോളിഡിൻ്റെ വോളിയം കാണാൻ കോണിൻ്റെ വോളിയവും ഹെമിസ്ഫിയറിൻ്റെ വോളിയം തമ്മിൽ ആഡ് ചെയ്താൽ മതി. വോളിയം ഓഫ് ദ കോൺ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1/3 πr² ആണ്. 1/3 πr². ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു പൈ ഇൻറ്റു 1 r എന്ന് പറയുന്നത് 1 ആണ്. 1² ഇൻറ്റു h എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു π/3. ദാറ്റ് ഈസ് ഈക്വൽ ടു π/3 ആണ്. ഈ വോളിയം ഓഫ് ദ ഹെമിസ്ഫിയർ എന്ന് പറയുന്നത് 2/3 πr³ ആണ്. 2/3 πr³ ആണ്. ദാറ്റ് ഈസ് 2/3 ഇൻറ്റു പൈ ഇൻറ്റു r ഇവിടെ 1 ആണ്. 1³ ദാറ്റ് ഈസ് ഈക്വൽ ടു 2π/3. സബ്സ്റ്റിറ്റ്യൂട്ട് ദീസ് ഇൻ 1. ഇതെല്ലാം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ വോളിയം ഓഫ് ദ സോളിഡ് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു π/3 പ്ലസ് 2π/3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ പ്ലസ് 2π/3. ദാറ്റ് ഈസ് ഈക്വൽ ടു 3π/3. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ സെൻറ്റിമീറ്റർ ക്യൂബാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. വീഡിയോ പോസ് ചെയ്ത് നോട്ട്സ് എഴുതിയെടുക്കുക, അത് പഠിച്ചു മാറുക. ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്.